കൊട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദാസ് കൊട്ര. കേരള റിട്ടയേർഡ് ടീച്ചേഴ്സ് കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് ധർണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇല്ലാതായി ഒരിക്കലും തരില്ല എന്നാണ്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കിട്ടിയോ? ഇനിയുണ്ട്, പകുതി കിട്ടിയത്, പകുതി കിട്ടില്ല, തരില്ല, തരാൻ കയ്യിൽ പണമില്ല എന്നാണ് പറയുന്നത്. ഒരു തരത്തിലുമില്ല. ഈ ജൂലൈ 1-ാം തീയതി മുതൽ 2024 ഈ ജൂലൈ 1-ാം തീയതി മുതൽ പുതിയ ശമ്പളവും പുതിയ പെൻഷനും കിട്ടേണ്ടതാണ് അല്ലേ? കണക്കനുസരിച്ച് പേ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാക്കേണ്ട ദിവസമാണ് 1/7/2024. പേ കമ്മീഷൻ രൂപീകരിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ പേ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത്? ഒരു പേ കമ്മീഷൻ പോലും ഇതുവരെ രൂപീകരിച്ചിട്ടില്ല. വെളിയം പഞ്ചായത്തിലെ ആരുകോണം വാർഡിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം വാർഡ് മെമ്പർ അജിത്ത് ഉദ്ഘാടനം ചെയ്തു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം നമ്മുടെ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക. ഞങ്ങളൊക്കെ എപ്പോഴും എല്ലാ വീടുകളിലും പോകുന്നവരാണ്. പല വീടുകളിലും പല രീതിയിലാണ് കാണുന്നത്. പ്ലാസ്റ്റിക് അഴിക്കുന്ന വലിച്ചെറിയുന്ന ചില വീടുകൾ ഫ്രണ്ടൊക്കെ വളരെ വൃത്തിയായിരിക്കും, പുറകോട്ടിരിക്കണം പ്ലാസ്റ്റിക്കും എല്ലാം. അതിന് ചിട്ടയായ പ്രവർത്തനം, ഓരോ ദിവസം എന്ത് ചെയ്യണമെന്നുള്ള ചിട്ടയായ പ്രവർത്തനം നമുക്ക് നടത്തണം. അതിനുള്ള ക്ലാസ്സുകൾ ഇവിടെ തരും. അതിനുള്ള ആമുഖമായി ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, നല്ലൊരു ആരോഗ്യ പ്രവർത്തകർ നമ്മളുണ്ട്. ലതയുണ്ട്, ആശാവർക്കർ ലതയുണ്ട്. ഇവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. എല്ലാ ക്ലോറിനേഷൻ വരാൻ പോവുകയാണ്. ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ലതയോ ഷീലയൊക്കെ ഇങ്ങനെ വീടുകളിൽ കൊണ്ടുവരും, ബ്ലീച്ചിങ് പൗഡർ കൊണ്ടുവരുമ്പോൾ കഴിവ് അവരുടെ ഉപയോഗിച്ച് തന്നെ ഈ ബ്ലീച്ചിങ് പൗഡർ പറയുന്ന രീതിയിൽ ആ കിണറ്റിലിട ഒഴിക്കാൻ നോക്കണം. അങ്ങനെ ഒഴിക്കുമ്പോൾ അല്ലാതെ മൂല വെച്ച് ഒരു ബ്ലീച്ചിങ് പൗഡറിനൊക്കെ ഒരു കാലാവധിയുണ്ട്. അത് അനന്തമായി 15-20 ദിവസത്തേക്ക് ഇതിൽ ബ്ലീച്ചിങ് പൗഡറിന്റെ കപ്പാസിറ്റി ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കും. കൊതുകുജന്യ രോഗങ്ങൾ, 2 ജലജന്യ രോഗങ്ങൾ, 3 എലിപ്പനി, 4 H1N1 പോലെയുള്ള ഈ ജലദോഷപ്പനികളൊക്കെയാണ് മഴക്കാലത്ത് കൂടുതൽ വരുന്നത്. കൊതുകുജന്യ രോഗങ്ങളാണ് നമ്മുടെ അതിനെ കൊണ്ടുവരുമ്പോൾ തന്നെ അവരുടെ മുമ്പിൽ വെച്ച് അത് കലക്കി ബക്കറ്റിൽ അടിച്ച് അടഞ്ഞ് അത് എടുത്ത് ഒഴിക്കാൻ ശ്രമിക്കണം. അല്ലാതെ നിങ്ങൾ ബ്ലീച്ചിങ് പൗഡർ അറിയാതെ മൊത്തത്തിൽ കലക്കി കിണർ ഒഴിച്ചിട്ട് പ്രയോജനമില്ല. അവരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ അന്ന് തന്നെ ആ ബ്ലീച്ചിങ് പൗഡർ. ആറ്റിങ്ങൽ മണമ്പൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കാവടി ഘോഷയാത്ര. ഗ്രാമപഞ്ചായത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി.
മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ട വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.